ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റർടൈൻമെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ തേങ്ങാച്ചോർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ തേങ്ങാച്ചോറിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു മുറി തേങ്ങ ചിരകിയത്, ഒരു കപ്പ് അരി, പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി 100 ഗ്രാമോളം എടുത്ത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പച്ചരി നല്ല രീതിയിൽ കഴുകിയെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യം 1 സ്പൂൺ ഉലുവ കൂടിയാണ് ചേർക്കേണ്ടത്. അതും നമുക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് ആ കപ്പിലായിരിക്കണം നമ്മുടെ ചോറിനാവശ്യമായ വെള്ളം എടുക്കേണ്ടത്. അത് മറക്കരുത്. 1 സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. വലിയ സ്പൂണിലാണ് ഞാൻ ഉലുവ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കാം. ഞാനിപ്പോൾ അരി, ഉലുവ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതും അതേപോലെ തന്നെ ചെറിയുള്ളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കണം. നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയും ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് തേങ്ങയുടെ പാലും ഉള്ളിയുടെ ആ നീരും അരിയിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇറങ്ങുകയുള്ളൂ. സ്പൂൺ ഉപയോഗിച്ചോ കരണ്ടി ഉപയോഗിച്ചോ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ നീരും നമുക്ക് അരിയിലേക്ക് കിട്ടുകയുമില്ല. അത് കാരണം കൈ ഉപയോഗിച്ച് തന്നെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നല്ലതുപോലെ ഇത് കുഴിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പാകം ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. നാടൻ രീതിയിലാണ് ഈ തേങ്ങാച്ചോറ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ മൺപാത്രത്തിലാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. കുക്കറിലും തയ്യാറാക്കാം. ഞാനിത് മൺപാത്രത്തിലാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ ആയിരിക്കണം 3 മടങ്ങ് വെള്ളം ഒഴിക്കേണ്ടത്. ഇതിലാണ് ഞാൻ അരി അളന്നെടുത്തത്. ആ കപ്പിൽ 3 കപ്പാണ് ഞാൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ തെളിഞ്ഞ് വരുന്നത് കാണാം. അത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടുപ്പിലോട്ട് വയ്ക്കാം. ഞാനിന്ന് ഗ്യാസിലല്ല വയ്ക്കുന്നത്, അടുപ്പ് കത്തിച്ച് അടുപ്പിലാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റും ഇതിനുണ്ടാവും. അടുപ്പിൻ്റെ ആ പുകയും അതെല്ലാം കൊണ്ടാണല്ലോ നമ്മുടെ ഈ തേങ്ങാച്ചോറ് തയ്യാറാകുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. നിങ്ങളും ഇതേപോലെ ചെയ്തു നോക്കുക. ഇടയ്ക്കിടെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ അധികം കൂട്ടാതെ കുറച്ച് തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോഴാണത് പതിയെ വെന്ത് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ തീ ഇങ്ങനെ മുഴക്കുമ്പോൾ അടി ഇങ്ങനെ പിടിച്ച് അതൊരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇതേപോലെ പതുക്കെ തീ കത്തിച്ച് വേണം ഇത് ചോറ് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി നമ്മുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ആ 3 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. പിന്നെ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വേറെ ഒരു ചേരുവകളും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്.
അപ്പോഴാണ് അതിനും ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത് കഴിഞ്ഞാലുള്ള ടേസ്റ്റ് അത്ര നന്നായിരിക്കില്ല. ഈ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് തേങ്ങാച്ചോറ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങാച്ചോറ്. അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ തേങ്ങാച്ചോറ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളും തീർച്ചയായും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ വീഡിയോ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ആരോഗ്യത്തോടു കൂടി ഇരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. നാളെയും ഇതേപോലെയുള്ള ഹെൽത്തിപരമായ വീഡിയോസ് ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.